ടേസ്റ്റ് ഉണ്ടല്ലേ? ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ചാനൽ. ഇന്ന് നല്ലൊരു പാസ്ത ഉണ്ടാക്കുന്ന റെസിപ്പി വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും അവസാനം വരെ കാണാൻ മറക്കല്ലേ. ഇപ്പോൾ ആദ്യം തന്നെ നമ്മൾ പാസ്ത ചെയ്താൽ ആദ്യം ഞാൻ കുറച്ച് ഉണ്ടാക്കി വെച്ച സമയത്താണ് എന്തായാലും ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇതുപോലെ നല്ല വിട്ട് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് പാസ്തേൻ്റെ അകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ അകത്തേക്ക് എണ്ണയും ഉപ്പും ഇട്ടതിന് ശേഷം നല്ലപോലെ തിളപ്പിച്ചിട്ട് ഊറ്റിയെടുത്ത് വെച്ചതാണ് കേട്ടോ. അതപ്പം എടുത്തത് കുറഞ്ഞു പോയോ എന്ന് തോന്നിയത് കൊണ്ട് തന്നെ ഞാൻ കുറച്ചും കൂടി ഇട്ടിട്ട് പിന്നെ ആക്കുന്നതാണ്. പിന്നെ നമുക്ക് ഇത്രയും ഇൻഗ്രീഡിയൻസ് വേണം. ഇത് മാഗി ക്യൂബാണ് കേട്ടോ. അതായത് ഉള്ളി വേണം, തക്കാളി, പച്ചമുളക്, കറിവേപ്പില, വെളുത്തുള്ളി, ഇത്രയാണ് നമുക്ക് ആവശ്യമുള്ളത് കേട്ടോ. പിന്നെ മല്ലിച്ചപ്പെല്ലാം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം, ലാസ്റ്റ് ഇട്ട് കൊടുക്കാം, നമുക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും എന്തായാലും. അപ്പോൾ നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം. എണ്ണ ചൂടായി, അതിന് ശേഷം എണ്ണ ഒഴിച്ചിട്ട് അതും ചൂടായ ശേഷം നമുക്കതിലേക്ക് നമ്മളെ ഉള്ളിയും അതുപോലെ തന്നെ കറിവേപ്പില ഇട്ടിട്ട് നല്ലതുപോലെ വഴറ്റിയെടുക്കാം കേട്ടോ. ഇപ്പം അത്യാവശ്യം നല്ല സമയം എടുത്തിട്ടാലും നമുക്ക് വഴറ്റുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഈ ഒരു പാത്രത്തിൽ കുറച്ച് വഴറ്റാൻ സമയം എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. കഴിഞ്ഞ ഏതോ ഒരു വീഡിയോയിൽ ഞാൻ നമുക്ക് ചാനൽ 1 year ആയ ആനിവേഴ്സറി വീഡിയോയിൽ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾക്കൊക്കെ ഏത് ടൈപ്പ് വീഡിയോ ഇഷ്ടമെന്ന് പറയണേ, ഞാൻ അതുപോലത്തെ വീഡിയോസ് ചെയ്യാന്നുള്ളത്. ആകെ ഒരാളെങ്ങാനാന്ന് തോന്നുന്നു അതിൽ കമൻറ്റ് ഇട്ടിട്ടുണ്ടായത് കുക്കിംഗ് വീഡിയോസ് ഇഷ്ടമാണെന്നും പറഞ്ഞിട്ട്. അപ്പം പിന്നെ ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ കുക്കിംഗ് വീഡിയോ ഒന്ന് ചെയ്തേക്കാം. എന്നാൽ എന്ന് കരുതി ദിവസവും കുക്കിംഗ് വീഡിയോ ഇട്ട് ഞാൻ ബോറടിപ്പിക്കൊന്നുമില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ അതിനിടയിൽ ഞാൻ ബാക്കിയുള്ള പാസ്തയും കൂടി ഊറ്റിയെടുത്തിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഇത്തിരി ഉപ്പും കൂടി ഇട്ടിട്ടാണ് വഴറ്റുന്നത്. ഉപ്പിടുമ്പോൾ എന്തായാലും ശ്രദ്ധിക്കണം, കാരണം നമ്മൾ ഓൾറെഡി പാസ്തയിൽ ഉപ്പിട്ടിട്ടാണ് അത് വേവിച്ചെടുക്കുന്നത് കേട്ടോ. അപ്പം അത്യാവശ്യം കുറച്ച് സമയം എനിക്ക് ഉള്ളി വഴറ്റാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഉള്ളി വഴണ്ടി വരുന്ന സമയം കൊണ്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞോട്ടെ. നമ്മളെ ചാനലിലെ വീഡിയോസ് നിങ്ങൾ ഏതെങ്കിലും കാണാത്തതുണ്ടെങ്കിൽ എന്തായാലും കാണാൻ മറന്നു പോകരുത്. പിന്നെ അത് കൂടാണ്ട് തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണണമെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് കൂടി ചെയ്യണേ. അതുപോലെ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. ലൈക്ക് ചെയ്താൽ മാത്രമേ നമ്മളെ വീഡിയോസ് കുറച്ച് അത്യാവശ്യം റീച്ചിലേക്ക് എത്തുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഉള്ളി ചെറുതായിട്ടൊന്ന് വഴണ്ട് വരുമ്പം തന്നെ ഞാൻ അതിലേക്ക് പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഇഷുവിനും അതുപോലെ തന്നെ റിക്കോർഡിനും കൂടി കൊടുക്കേണ്ടത് കൊണ്ട് തന്നെ ഒരുപാട് എരിവാക്കണ്ടെന്ന് വിചാരിച്ച് അപ്പം ഞാനൊരു 1.5 പച്ചമുളകാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതും ചെറുതായിട്ട് മുറിച്ചിട്ടിട്ടില്ല, ഒന്ന് നീളത്തിൽ വരഞ്ഞൊന്ന് മുറിച്ചിട്ട് കൊടുത്തു, അത്രയേ ഉള്ളൂ കേട്ടോ. പക്ഷേങ്കിൽ ഈ പാസ്തയും മക്രോണിയെല്ലാം ആക്കുമ്പോൾ എന്തായാലും എരിവും ഇല്ലെങ്കിൽ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല അല്ലേ. അതുകൊണ്ട് പക്ഷേ ലാസ്റ്റ് ആക്കി വരുന്ന സമയത്ത് അത്യാവശ്യം ഇതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. റിക്കോർഡിനെല്ലാം കുറച്ചേ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. റിക്കോർഡിന് പൊതുവേ ഇപ്പം ഭക്ഷണം കഴിക്കാനെല്ലാം മടിയാണ്, ഭയങ്കര മടിയാണ്. മറ്റവൻ്റെ ഭക്ഷണ കാര്യത്തിൽ എനിക്ക് അത്ര വലിയ ടെൻഷൻ ഇല്ലായിരുന്നു. പക്ഷേങ്കിൽ ഇപ്പം അവൻ ഭക്ഷണം കഴിക്കാനെല്ലാം ഇത്തിരി പുറകോട്ടാണ് കേട്ടോ. അങ്ങനെ പച്ചമുളകും വഴണ്ട് വന്നതിന് ശേഷം നമുക്കതിലേക്ക് നമ്മളെ ചെറിയുള്ളിയല്ല വെളുത്തുള്ളിയില്ലേ അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് രണ്ടും അത്യാവശ്യം ഒന്ന് ഇതായതിന് ശേഷം ഞാനത് സൈഡിലേക്കൊന്ന് മാറ്റി വെച്ചിട്ട് നമ്മൾ മസാലപ്പൊടികൾ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിന് കേട്ടോ. അത് ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയതാണ്. കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, അതുപോലെ തന്നെ മല്ലിപ്പൊടി, ഇത്രയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഞാൻ പറഞ്ഞില്ല ഇതിൻ്റെ അകത്ത് ഉള്ളി ഒന്ന് വാടിക്കിട്ടാൻ ഇത്തിരി സമയം എടുത്തിട്ടുണ്ടായിനെ. അപ്പോൾ നല്ലതുപോലെ നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കുക. ആ ഒരു പച്ചമണം മാറുന്നത് വരെ മാത്രം മതി കേട്ടോ. ഒരുപാടങ്ങ് കഴിക്കൊന്നും ചെയ്യരുത്. ഫ്ലെയിം കുറച്ച് വെച്ചിട്ടാണ് ഞാനിങ്ങനെ മസാലപ്പൊടി ഒന്ന് വഴറ്റിയെടുക്കുന്നത്, അല്ലെങ്കിൽ ഉള്ളി അധികം കരിഞ്ഞും പോകും.
ഉള്ളി അധികം ഒരു ഇതാവുകയില്ല, നമ്മളെ മസാലപ്പൊടി വല്ലാണ്ടങ്ങ് കരിഞ്ഞും പോകും. അതുകൊണ്ട് ഫ്ലെയിം കുറച്ച് വെച്ചിട്ടാണ് ഇങ്ങനെ വഴറ്റിയെടുക്കുന്നത് കേട്ടോ. പിന്നെ അതിലേക്ക് നമ്മൾ കുനുകുനാന്നരിഞ്ഞ് വെച്ച തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതും കൂടി കൂട്ടി നമുക്ക് നല്ലതുപോലെ മിക്സാക്കി എടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് അരിഞ്ഞ് വെച്ച്, അതായത് കുനുകുനാന്ന് തന്നെ അരിഞ്ഞ് വെച്ച് നമ്മളെ ക്യാപ്സിക്കം കൂടി ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യാം കേട്ടോ. ഇതിൽ നമ്മൾ മസാല കുറവാകുമ്പം നമ്മൾ പാസ്തയിലേക്കുള്ള ആ ഒരു ടേസ്റ്റും കൂടി ഇത്തിരി കുറഞ്ഞു പോകും കേട്ടോ. അപ്പോൾ ഇങ്ങനെ കുറേ പേർക്കൊക്കെ ഉണ്ടാക്കുന്നതാണെങ്കിൽ അത്യാവശ്യം ഉള്ളിയും തക്കാളിയും ഒക്കെ എടുത്തിട്ട് വേണം മസാലയും നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, എന്നാലേ ആ ഒരു നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ. പിന്നെ ഞാൻ അതിലേക്ക് നമ്മൾ മാഗി ക്യൂബ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ എടുത്ത് കാണിക്കുന്നത് അതാണേ. ഞാൻ വിചാരിച്ചാൽ അതിങ്ങനെ, ഞാൻ ആദ്യമായിട്ടാണ് ഈ മാഗി ക്യൂബ് ഇട്ടിട്ടൊരു സാധനം ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം ഞാൻ വിചാരിച്ചാൽ അത് എന്തായാലും എന്താ പറയുക കുറച്ചൊന്ന് സമയം എടുക്കുമായിരിക്കും ഇതായി കിട്ടാൻ. പക്ഷെ അത് പെട്ടെന്ന് തന്നെ അതിൻ്റെ അകത്ത് കലിഞ്ഞങ്ങി ഇല്ലാണ്ടായി പോയിനെ. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് നോക്കി നോക്കുമ്പോൾ അതിൻ്റെ ഓവർ ഫ്ലേവർ ഒന്നും കിട്ടുന്നുണ്ടായിട്ടില്ല. അപ്പം ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ അതിൻ്റെ ഒരു ഹാഫ് പോർഷൻ ബാക്കിയുണ്ട്, അതും കൂടി ഇട്ട് കൊടുക്കാം. അപ്പം അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ. ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം കേട്ടോ. ഇനി നമുക്കതിലേക്ക് കുറച്ച് തിളച്ച വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക. ഞാൻ ഫ്ലാസ്കിലെടുത്ത വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. വളരെ കുറച്ച് മാത്രം ഒഴിച്ചാൽ മതി, ജസ്റ്റ് അതൊന്ന് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം. എന്നിട്ട് നമ്മൾ അടച്ചു വെച്ചിട്ട് എന്തായാലും വേവിക്കുന്നുണ്ട്. മീൻസ് ആ തക്കാളി അതുപോലെ തന്നെ ക്യാപ്സിക്കം ഒന്ന് ചെറുതായിട്ടൊന്ന് കുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. കുറച്ചും കൂടി ഞാൻ പിന്നെ വെള്ളം ഒഴിച്ച് കൊടുത്തു. അങ്ങനെ വളരെ കുറച്ച് മാത്രം അത്രമാത്രം ഒഴിച്ച് നമുക്കൊന്ന് ഇതാക്കിയത്. കാരണം നമ്മൾ ഓൾറെഡി നമ്മളെ മക്രോണി വേവിച്ച് വെച്ചതാണ്. സോറി കേട്ടോ, ഞാൻ ആദ്യം പാസ്ത എന്നാന്ന് തോന്നുന്നല്ലേ പറഞ്ഞത്, ഇത് മക്രോണിയാണ് സംഭവം. ഓക്കെ, അപ്പം നമ്മൾ അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. ഓവർ വെള്ളം ഒഴിക്കാത്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് അടപ്പ് തുറന്നിട്ടെടുക്കാം കേട്ടോ. എന്നിട്ട് ആ തക്കാളിയൊക്കെ നല്ലതുപോലെ ഒന്ന് ചീച്ച് കൊടുക്കാം. ഇനി നമ്മൾ ഫൈനൽ പാർട്ടിലേക്ക് എത്തുന്നുണ്ട്. പക്ഷേ ഇതിൽ വേറൊരു സാധനം കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് കാണാൻ മറന്നു പോവല്ലേ ആരും. അപ്പോൾ ഇത് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ മിക്സാക്കി എടുക്കാം കേട്ടോ. അപ്പം ഒരു കയ്യിൽ ഫോൺ പിടിച്ചിട്ട് ഇളക്കൽ ചെറിയൊരു പ്രയാസം ആയതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ ഫോൺ മാറ്റി വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. അപ്പം ഒരുപാട് മസാല ആയിട്ടുമില്ല, എന്നാൽ അതിൽ മൊത്തത്തിലൊന്ന് പരണ്ട് കിടക്കുന്നുണ്ട്. ആ വിധത്തിലാണ് ഉള്ളത്. പിന്നെ അതിലേക്ക് ഞാൻ എന്താ 2 മുട്ടയും കൂടി അടിച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലതുപോലെ നമുക്കൊന്ന് മിക്സാക്കി എടുക്കാം. ഇതിലിട്ട് ഇളക്കുന്ന സമയത്ത് മുട്ടയും അധികം ആവാൻ പാടില്ല, കാരണം മുട്ടേൻ്റെ മണം വരുമ്പം ആ പാസ്തേൻ്റെ ആ ഒരു ചൊവ നമുക്ക് കിട്ടൂല. അപ്പം വെറും 2 മുട്ട മാത്രമേ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ. ഇനി ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് തന്നെ നമുക്ക് നല്ലതുപോലെ അതൊന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കുക. അതായത് നമ്മളെ മുട്ടയൊന്ന് വേകുന്ന വരെ ഞാനൊന്ന് ചെറുതായിട്ട് അടച്ച് വെച്ചിട്ടും കൂടി ഉണ്ടായിനെ. അങ്ങനെ നമ്മളെ സംഭവം റെഡി ആയിട്ടുണ്ട്. അങ്ങനെ കുറച്ചെടുത്തിട്ട് ഞാൻ ടേസ്റ്റ് നോക്കി, നല്ല ടേസ്റ്റ് ഉണ്ടായിന് കേട്ടോ. ഞാൻ വിചാരിച്ചത് അത്ര വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല, പക്ഷേങ്കിൽ നമ്മൾ ആ ഇത് എന്താ ക്യാപ്സിക്കൊക്കെ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിന് കേട്ടോ. ടേസ്റ്റ് ഉണ്ടല്ലേ? അപ്പം ഞാൻ ആദ്യം നിമിഷേച്ചിനോട് പറഞ്ഞാൽ അത് ആക്ടിങ് ആയിപ്പോയി. പിന്നെ നല്ല ടേസ്റ്റ് കേട്ടോ, അങ്ങനെയാക്കി. അപ്പോൾ ഇതാ എൻ്റെ പ്ലേറ്റ് ഞാൻ കാലിയാക്കി വെച്ചിട്ടുണ്ട്. അവസാനം 2 പച്ചമുളക് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ട് ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് കൂടി ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.